നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി. ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. ഇന്ന് ഓഗസ്റ്റ് 27 ട്യൂസ്ഡേ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കായാലോ, ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കായാലോ ഇന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക. കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലോ. ഞാൻ ആ നേന്ത്രപ്പഴം സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ 2 പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തുള്ള ഈ നേന്ത്രപ്പഴത്തിന് തൊലിയൊന്നും കറുത്തിട്ടില്ല, ഒരുപാട് കറുത്തു പോയിട്ടില്ല, നന്നായി പഴുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായി തൊലി കറുത്ത പഴുത്ത നേന്ത്രപ്പഴം ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായി തൊലി കറുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ട ആവശ്യമില്ല. നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നല്ല ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വേവിച്ചെടുക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴത്തിൻ്റെ നമ്മൾ എടുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അതാ തൊലിയെല്ലാം കളഞ്ഞ് 2 നേന്ത്രപ്പഴം മിക്സി ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഒരല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരല്പം കുറവ് മതിയെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ അതാ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏലക്കപ്പൊടി എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതാ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അതാ നല്ലപോലെ നമ്മുടെ പഴമെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ അരച്ചെടുത്തുള്ള ഈ അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ അതാ അരച്ചെടുത്തിട്ടുള്ള ആ ബനാന പേസ്റ്റ് ഇതേപോലെ റിബൺ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അത് മിക്സി ജാറിൽ നിന്നും അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ഇടിയപ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സ്നാക്കിന് ആ പച്ചരിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും, ആ ഒരു മണം ഉണ്ടാവും. അതുകൊണ്ട് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. അതിന് പകരമായിട്ട് കടകളിൽ ഒക്കെ ഇടിയപ്പത്തിൻ്റെ പൊടിയെന്ന് പറഞ്ഞ് വാങ്ങാനായി കിട്ടും. ഇടിയപ്പത്തിൻ്റെ പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങാനായി കിട്ടും. ആ പൊടി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതേപോലെ കപ്പിലാണ് പൊടി എടുത്തിരിക്കുന്നത്, ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിരിക്കുന്നത്. ഇതേപോലെ കപ്പില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ്സിൽ, വീട്ടിലുള്ള ഏതെങ്കിലും ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ഇടിയപ്പത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊന്ന് കയ്യിലേക്കൊന്ന് തേച്ച് കൊടുത്ത ശേഷം നല്ലപോലെ നമുക്കൊന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത്, മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് കയ്യിലേക്കൊന്ന് തേച്ച് കൊടുത്ത ശേഷം നല്ല സോഫ്റ്റായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നല്ലപോലെ നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടിക്കൊള്ളൂ കേട്ടോ. അതേപോലെ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു അല്പം നെയ്യും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മാവ് ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ മാവ് കുഴച്ചെടുത്തത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനേ വെക്കാം. നമ്മൾ ഈ സ്നാക്കിന് വേണ്ടി ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്.
പാൻ ചൂടായി വന്ന അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നത് അതിലേക്ക് 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ തേങ്ങ നമുക്ക് നല്ലപോലെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളർ ചെറുതായി ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ നമ്മളിവിടെ കാഷ്യൂനട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ ചേർത്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചെറുതാക്കി മുറിച്ചും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് ആ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും അതേപോലെ തേങ്ങ ചിരകിയതും കൂടെ നല്ലപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ കിസ്മിസ് അതായത് ഗോൾഡൻ റൈസിൻസ് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങയും അതേപോലെ കാഷ്യൂനട്ട്സും നല്ലപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ തേങ്ങയുടെ കളർ ചെറുതായി ഒന്ന് മാറി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 6 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ശർക്കര പൊടിച്ചതിന് പകരമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 6 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തത് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ശർക്കര പൊടിച്ചതെല്ലാം നല്ലപോലെ മെൽറ്റായി ആ തേങ്ങയിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഏതാ ശർക്കരയെല്ലാം ഉരുകി വരുന്നുണ്ട്, മെൽറ്റായി വരുന്നുണ്ട്. ആ തേങ്ങയിലേക്കെല്ലാം പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ശർക്കരയെല്ലാം മെൽറ്റായി തേങ്ങയിലേക്ക് പിടിച്ച് കിട്ടിക്കോളും. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ കൈ വിടാതെ ഇളക്കി കൊടുക്കാനായിട്ട്. കൈ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ അതാ ശർക്കരയെല്ലാം മെൽറ്റായി ആ തേങ്ങയിലേക്കെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പഴം അരച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇതിലും കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കോക്കനട്ട് ഫില്ലിലേക്കും കൂടെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനുള്ള സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് ആ വലിപ്പത്തിന് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് കയ്യിലൊരു അല്പം നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും തേച്ച് കൊടുത്ത ശേഷം കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കാം. ഞാനത് ഈ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. കനം കുറഞ്ഞ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ഈ തേങ്ങയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. തേങ്ങയുടെ ഫില്ലിംഗ് തണുത്ത് പോകാനായി പാടില്ല. ചൂടോടെ കൂടെ തന്നെ വേണം കേട്ടോ ഫില്ലിംഗ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. തണുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബർഫി പോലെ ആയിപ്പോവും. നല്ലപോലെ ഡ്രൈ ആയിട്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാനായി പറ്റില്ല. പുറത്തേക്കൊക്കെ വീണ് പോവും. അതുകൊണ്ട് നല്ല തേങ്ങയുടെ ഫില്ലിംഗ് നല്ല ചൂടോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണം ആ ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. തേങ്ങയുടെ ഫില്ലിംഗ് ചൂടോടുകൂടി ഇരിക്കുമ്പോൾ വേണം കേട്ടോ നമ്മുടെ ആ ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ മാവെല്ലാം കുഴച്ച് വെച്ച ശേഷം മാത്രമേ തേങ്ങയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാനായി പാടുള്ളൂ കേട്ടോ. ഇതേപോലെ കനം കുറഞ്ഞ് വേണം കേട്ടോ നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്, പരത്തിയെടുക്കാനായിട്ട്. അതിന് ശേഷം വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് ചൂടോടുകൂടെ ആ തേങ്ങയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ ഇതേപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുന്ന പോലെയാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. അത് ഇത്ര വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലിയുടെ സൈസിന് പരത്തിയെടുത്താലും മതിയാവും. ഇഡ്ഡലിയുടെ ചെറിയ സൈസിന് പരത്തിയെടുത്താലും മതിയാവും. ഞാനിവിടെ കുറച്ച് വലിപ്പത്തിലൊന്ന് പരത്തിയെടുത്തുന്നേ ഉള്ളൂ കേട്ടോ.
ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ അത് വേവിക്കാനായി വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായി വെച്ചിരുന്നു കേട്ടോ. അതിലേക്ക് ഇഡ്ഡലി തട്ടും കൂടെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഇഡ്ഡലി തട്ടിലേക്ക് ഒരൽപ്പം നെയ്യും കൂടെ ഞാൻ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സാധനം ഓരോന്നോരോന്നായി ഇഡ്ഡലി തട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയോ അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ഉണക്കമുന്തിരി ഏത് ആണെങ്കിലും വെച്ച് കൊടുത്താൽ കാണാൻ നല്ലൊരു ഭംഗിയും ഉണ്ടാവും. ഞാനിവിടെ ചെറിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ മഞ്ഞ കളറിൽ ആ റെഡ് കളറും കൂടെ വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ ചെറിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതെല്ലാം വെച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ അതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ യെല്ലോ കളറിൻ്റെ കൂടെ ആ റെഡ് കളറും കൂടെ വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറി യൂസ് ചെയ്തിരിക്കുന്നത്, ചെറി വെച്ച് കൊടുത്തിരിക്കുന്നത്. ചെറിക്ക് പകരമായിട്ട് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിൻ്റെ മുകളിലേക്ക് കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്നായി തൊലി കറുത്ത് നന്നായി പഴുത്ത് നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിച്ചെറിയാൻ ആവശ്യമില്ല. ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മക്കൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്കായാലും അതേപോലെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിശന്ന് വരുന്ന നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും അവർ കഴിക്കും. അതേപോലെ നമുക്ക് അതിൽ എന്തെങ്കിലും ഇടയ്ക്ക് മധുരം കഴിക്കണം തോന്നിയാൽ ഇതേപോലെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഇന്നത്തെ ആവിയിൽ വേവിച്ചെടുക്കുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് കേട്ടോ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത്. അതുകൊണ്ട് മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമായാൽ അതേപോലെ ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒപ്പീനിയൻ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതിയാവും. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ വീട്ടിലുള്ള ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുക്കുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് എല്ലാവരെയും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് എല്ലാവരെയും വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ. Thanks for watching. Subscribe our channel and support us.